ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ പ്ലഷർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അത് നിലവിൽ അതിന് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെൽഫ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. മോർണിംഗിലൊക്കെ അല്ലെങ്കിൽ കുറേ നേരം വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. പിന്നെ ആക്സിലേറ്റർ ഓവറായിട്ട് റേസിങ് കാണിക്കുക, ഓയിൽ ചേഞ്ച്, അങ്ങനെ 1-2 കംപ്ലയിൻറ്റുകൾ പറയാൻ കേട്ടോ. അപ്പോൾ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ 2022 മോഡൽ ബാറ്ററിയാണ് നമുക്കിതും ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ആ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി വോൾട്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. അല്ലാതെ നമുക്ക് കുറേ നേരമായിട്ട് അടിച്ച് ചാർജ് കുറഞ്ഞേക്കണതായിരിക്കാം. അപ്പോൾ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ലോ ആയിട്ട് കാണിക്കണേ. അപ്പോൾ ബാറ്ററി ഒന്ന് അയച്ച് ചാർജിലിട്ട് നോക്കാം. കാരണം 2022 മോഡൽ ബാറ്ററിയാണ്. കാര്യം ഇത് 2024 ചിലപ്പോൾ ഒരു പക്ഷേ വാറണ്ടിയുടെ ആ ഒരു ഇതിനകത്തായിരിക്കും. കാരണം എന്തായാലും വാറണ്ടി മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവാം. ഇനി അതല്ലെങ്കിൽ ഓൾറെഡി ആ വലിയ പഴക്കത്തിലേക്ക് എത്തില്ല. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ബാറ്ററി ലോ ആയിട്ട് കാണിക്കണേ. ഒന്ന് ചാർജിലിടാം കുറച്ച് നേരം. അതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കുന്ന സമയത്ത് കാണിക്കുന്നത് ബാറ്ററി ലോ ആയിട്ടുള്ളതാണ്. അതാണ് ആ മഞ്ഞ ലൈറ്റ് തെളിഞ്ഞേക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്. ബൾബ് കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് അയക്കണമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും ആ റേസിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചാണ്. അതാണ് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് അങ്ങനെ എടുത്ത് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഈ ബെൻഡെക്സിൻ്റെ ഭാഗം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു. കാരണം പിന്നീട് കംപ്ലയിൻറ്റ് വരാതിരിക്കേണ്ട. അപ്പോൾ ജസ്റ്റ് ഈ ബെൻഡെക്സ് ചെറിയ ടൈറ്റ് കാണിക്കേണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് WD-40 ഒന്ന് അടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി സ്മൂത്ത് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാറുന്ന ടൈമാണ്. അപ്പോൾ ഓയിൽ ചേഞ്ചും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ചെയ്യേണ്ടതൊന്ന് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട്. അതിൻ്റെ തന്നെ സ്ലോ ജെറ്റും ആ ഫ്ലോട്ട് വാൽവും അത്യാവശ്യം പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി നോക്കാം. പിന്നെ ബാറ്ററി നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറ്റേണ്ടി വന്നേക്കും കേട്ടോ. അപ്പോൾ ഓൾറെഡി ചാർജിലിട്ട് നോക്കാം. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് പോയിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.